ഹലോ, പത്തർമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നവ്യ അബിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങ് പോന്നത് കൊണ്ട് നിനക്കിപ്പോൾ വളരെ സന്തോഷമായി കാണുമല്ലോ. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പോയതിൻ്റെ ശേഷം എനിക്ക് എത്ര സങ്കടമായി എന്ന് അറിയാമോ നിനക്ക്? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഓ ഞാനതങ്ങ് വിശ്വസിച്ചു. ആ ചടങ്ങിൻ്റെ ദിവസം പോലും മുല്ലപ്പൂ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതുമില്ല, വളരെ വൈകി വന്ന് എന്നെ കരയിപ്പിച്ചവനാണ് നീ. അപ്പോൾ അബി പറയുന്നുണ്ട്, അതിന് പ്രായശ്ചിത്തമായി ഞാൻ അടിക്കടി മോളെ കാണാൻ വരുമ്പോൾ മുല്ലപ്പൂവും കൊണ്ടാണ് വരിക. ഓ, നീ മുല്ലപ്പൂ കൊണ്ടുവന്നില്ലെങ്കിലും സാരമില്ല, നീ ഒന്ന് വന്നാൽ മതി. ഇനി ഞാനില്ലാത്ത നേരം നോക്കി നീ ഏതെങ്കിലും പെൺകുട്ടികളെ ബെഡ്റൂമിൽ കയറ്റുന്നുണ്ടോ? അപ്പോൾ അബി പറയുന്നുണ്ട്, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോടിപ്പോൾ എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമാണ്. നമ്മൾ ആ റൂമിൽ വഴക്കടിച്ചതൊക്കെ ഞാൻ ഇപ്പോൾ ഭയങ്കര മിസ് ചെയ്യുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ശരി, ഞാനില്ലാത്ത സമയം നോക്കി വേറെ പെൺകുട്ടികളെയൊന്നും ചതിക്കാതിരുന്നാൽ മതി. എന്നിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് നവ്യ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അബിയ വിളിച്ചത്, അവനിപ്പോൾ കുറച്ച് സ്നേഹത്തോടൊക്കെയാണ് പെരുമാറുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി അതൊന്നും അങ്ങനെ അങ്ങ് വിശ്വസിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് എന്നോട് പ്രത്യേകിച്ച് പറയണോ നയനെ? അവൻ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാ ഇതുവരെ എന്നോട് സ്നേഹം കാണിച്ചിട്ടുള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടു കൂടിയെങ്കിലും എല്ലാം ശരിയായാൽ മതിയായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദ്യം അവൻ്റെ അമ്മയാണ് മാറേണ്ടത്. അങ്ങനെ മാറിയിരുന്നെങ്കിൽ അവൻ ഈ രീതിയിലാകുമായിരുന്നില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അവർ ഈ ജന്മം മാറാനൊന്നും പോകുന്നില്ല. ആ തറവാട്ടിലെ അംഗമല്ലല്ലോ, അതിൻ്റെ എല്ലാ കുഴപ്പവും അവനുണ്ട്. ആ സമയം നയന പറയുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം ചേച്ചി, ഇത്തരക്കാർ മാറണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. പിന്നെ അവനിനി ചേച്ചിയെ എങ്ങനെ അവഗണിച്ചാലും ചേച്ചിക്കും കുഞ്ഞിനും ആ തറവാട്ടിൽ നിന്നും എങ്ങോട്ടും പോകേണ്ടി വരില്ല. ചേച്ചിയുടെ കാര്യത്തിന് ഒരു കുറവും വരില്ല. അന്നേരം നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ കുറവ് ഒരു കുറവ് തന്നെയല്ലേ നയനെ? അത് കേൾക്കുമ്പോൾ നയനക്കും സങ്കടമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയും കനകയെയും നന്ദുവിനെയുമാണ്. കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു തമാശയായിട്ടേ നയനമോള് കാണൂ. പക്ഷെ ഗോവിന്ദേട്ടൻ അങ്ങനെയല്ലല്ലോ. നേരം പോക്കിന് വേണ്ടി വെറുതെ പറയുന്ന ഒരു ശീലമൊന്നും ഗോവിന്ദേട്ടൻ ഇല്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ തന്നെ മോളോട് ഗൗരവമായിട്ട് സംസാരിക്കണം, എങ്കിലേ ഇതൊക്കെ ഒന്ന് സീരിയസ് ആകൂ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ശരിയാ, ഞാനും പരമാവധി മുഖമൊക്കെ കനപ്പിച്ച് ഇരുന്നു കൊള്ളാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. അപ്പോൾ കനക മെല്ലനെ ഗോവിന്ദനോടും നന്ദുവിനോടും പറയുന്നുണ്ട്, ഇതാ അവള് വരുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ 3 പേർക്കും പറ്റിയത്? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ചെയ്ത കാര്യം ഇങ്ങനെ വിളിച്ച് പറയുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്താൽ അതും വലിയൊരു കാര്യം ചെയ്താൽ അവരിൽ നിന്ന് ഇത്തിരിയെങ്കിലും സ്നേഹവും പരിഗണനയും കിട്ടണം. അതിനിവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അമ്മയ്ക്ക് അറുത്തു മാറ്റി കൊടുത്തത്. അത് മാത്രമാണോ? മോള് കാരണം കമ്പനിക്കുണ്ടായ നേട്ടത്തെപ്പറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആദർശ് തന്നെ പറയുന്നുമുണ്ട്. അതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷേ ഇത്രയും വലിയ ഉപകാരം ചെയ്ത മോളോട് അവർ നന്ദി കേടാണ് കാണിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് അവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കനക, ആരെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് മോള് പറയുന്നത്? അത് കേട്ട് ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, മിണ്ടരുത്, ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇന്ന് ചടങ്ങ് നടന്നപ്പോൾ എന്താ അവിടെ കണ്ടത്? മോളോട് ഒരു നല്ല വാക്ക് അമ്മ സംസാരിക്കുന്നുണ്ടോ? ആ വീട്ടിലെ ഒരു അംഗമായിട്ടെങ്കിലും അവർ നിന്നെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് അച്ഛൻ പറഞ്ഞത് ശരിയാ, കുറച്ചൊക്കെ അമ്മയ്ക്ക് മാറാമായിരുന്നു, പ്രത്യേകിച്ച് നിൻ്റെ അടുത്ത്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. മോൾക്ക് വേണമെങ്കിൽ ആദർശിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാം. പക്ഷെ അങ്ങനെ നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും മോളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകില്ല. ഇതൊക്കെ കേട്ട് നയന ഞെട്ടുന്നുണ്ട്. കനക പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ നീ? അപ്പോൾ നന്ദുവും പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് 100% കറക്റ്റാണ്. അവരെന്താ അങ്ങനെ? കുറച്ചുകൂടിയൊക്കെ ചേച്ചിയോട് മനുഷ്യത്വം കാണിക്കാമായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് ഞാനാണ് കരൾ കൊടുത്തതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, പോട്ടെ, മോൾ ആ വീട്ടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലേ കഠിനാധ്വാനം ചെയ്യുന്നത്? അതൊന്നും അവർ മനസ്സിലാക്കാത്തത് എന്താ? ആ സമയം കനകയും പറയുന്നുണ്ട്, ഇനി അത്തരം കാഴ്ചകൾ കാണാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല മോളെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കരുത്. അതുപോലെ മോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളെ കാണാനും ശ്രമിക്കരുത്. ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ പോകുകയാണെങ്കിൽ ഞങ്ങളും നീയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. വഴിയിൽ വെച്ച് കണ്ടാലും പുറംതിരിഞ്ഞ് നടന്നു കൊള്ളുക. അതിനിടയ്ക്ക് നന്ദുവിനാണെങ്കിൽ ഉള്ളിൽ ചിരിയും വരുന്നുണ്ട്. എന്നിട്ട് അത് പുറമേ കാണിക്കാതെ പറയുന്നുണ്ട്,
ഇത് ആദർശേട്ടൻ എടുത്തു തന്ന വീടല്ലേ, അപ്പോൾ നമ്മളിത് മാറണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെ വേണമല്ലോ എന്ന് പറയുന്നുണ്ട് ഗോവിന്ദൻ. ഏതായാലും നയന പെട്ടു, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് നയന. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ഏതായാലും നവ്യ വഴി അഭി ഈ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അത് ഒന്നുപോലും ഇടാതെ നമ്മുടെ ജലജയോടും പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർക്ക് ഈ വാർത്ത വലിയ സന്തോഷം നൽകുന്നതാണ്. ജാനകി പറയുന്നുണ്ട്, ചേച്ചിയും അനിയത്തിയും വരാതിരുന്നെങ്കിൽ എൻ്റെ മരുമകൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു. ഏതായാലും ഞാനിത് എൻ്റെ മരുമകളോട് വിളിച്ച് പറയട്ടെ, അവൾക്ക് വളരെ സന്തോഷമാകും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജലജ അഭിയോട് പറയുന്നുണ്ട്, ചേച്ചിയും അനിയത്തിയും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അനാമികയെയും ഇവിടുന്ന് പുറത്താക്കണം. പിന്നെ കാണിക്കുന്നത് അനാമികയെയും രേവതിയെയുമാണ്. രേവതി പറയുന്നുണ്ട്, മോളെ ഒരു കാരണവശാലും ദേവയാനി അങ്ങോട്ട് പോയി മരുമകളെ വിളിക്കരുത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആദർശേട്ടന് അവളെ ജീവനാണമേ. ആദർശേട്ടനെ വിഷമിപ്പിച്ചുകൊണ്ട് വല്യമ്മ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളെ അതിന് മോള് സമ്മതിക്കരുത്. നീ ദേവയാനിയുടെ രക്തം തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഏതായാലും കുറച്ച് ദിവസം കൂടിക്കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു മുമ്പ് അവളുമാർ രണ്ടുപേരും പുറത്താകണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ദേവയാനിയുടെ അടുത്തേക്ക് നമ്മുടെ ജലജ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുകയാണ് കനകയും അവളുടെ മക്കളുമൊക്കെ. ദേവയാനി ഒന്നും മനസ്സിലാക്കാത്ത പോലെ ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? അപ്പോൾ ജലജ പറയുന്നുണ്ട്, 7-ാം മാസത്തിൽ അവിടുന്ന് ആൾക്കാർ വന്നപ്പോൾ അമ്മായിയമ്മ നയനയോട് മോശമായിട്ടാണ് പെരുമാറിയതെന്ന്. അതുകൊണ്ട് നയനയെ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടത്തില്ല എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് വിടത്തില്ല എന്നാണ് കനകയും ഗോവിന്ദനും പറയുന്നത്. ഇത് ഒരുതരം ബ്ലാക്ക് മെയിലാണ് ഏട്ടത്തി. ആദർശിന് നയനയില്ലാതെ പറ്റില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഏട്ടത്തി അങ്ങോട്ട് ചെന്ന് വിളിക്കുമെന്നും അറിയാം. അടുത്ത ഡിമാൻഡും ഇടുകയാണ്, നയന ഇനി ഇങ്ങോട്ട് വരണമെങ്കിൽ ഏട്ടത്തി അവളെ പൊന്നുപോലെ നോക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവയാനി ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് വേറെ ആളെ നോക്കണം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത് ഏട്ടത്തി. എന്നിട്ട് ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ മരുമകളില്ലാതെ എനിക്ക് പറ്റില്ലടി, അതുകൊണ്ട് ഉറപ്പായും ഞാൻ പോയി വിളിച്ചിരിക്കും. എന്നിട്ട് ദേവയാനി ജലജയോട് പറയുന്നുണ്ട്, നിൻ്റെ മകൻ പറഞ്ഞത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഏതായാലും ഞാൻ അവളെ വിളിക്കട്ടെ, ആ നയനയെ. എന്നിട്ട് അവളുടെ അച്ഛനും അമ്മയുടെയും നിലപാട് എന്താണെന്ന് അറിയട്ടെ. ആ സമയം ജലജ പറയുന്നുണ്ട്, ഇവിടെ കനക മാത്രമല്ല ആ കുറുക്കനും എതിരായിട്ട് നിൽക്കുകയാണെന്നാണ് കേട്ടത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, കുറുക്കനോ? അതാരാ? അന്നേരം ജലജ പറയുന്നുണ്ട്, ഈ കുറുക്കന്മാർക്ക് വംശനാശ ഭീഷണി നേരിട്ടിട്ടുണ്ടെങ്കിലും അവിടെ ഒരു 1.5 കുറുക്കനുണ്ട്, ഗോവിന്ദൻ. അയാൾ ഒറ്റൊരുത്തനാണ് പിന്നിൽ നിന്ന് കളിക്കുന്നത്. ജോലി ചെയ്യാതെ അയാൾക്ക് ജീവിക്കണം. അതിന് പിള്ളേരെ മുന്നിൽ നിർത്തി കളിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു വീട് സംഘടിപ്പിച്ചെടുത്തില്ലേ അയാൾ. പിന്നെ നയന 5 അക്ക ശമ്പളക്കാരിയല്ലേ, അവൾ കൊടുത്താലും അത് നമ്മുടെ കമ്പനിയിലെ പൈസ തന്നെയല്ലേ. ഏതായാലും ഏട്ടത്തി വിളിച്ച് സത്യമറിയാൻ നോക്ക്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.